ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. തൊടുപുഴയിലെ വിജിലൻസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അധികാരം കൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നേരിടുമെന്നും മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു. ഗവൺമെൻറ് അന്വേഷിക്കുന്നത് ഞാൻ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഉള്ളി തിങ് ഇതൊരു ഹറാസ്മെൻറ്റിനോ അതല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിൽ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. സോ ഐ വിൽ കോപ്പറേറ്റ് വിത്ത് ഫുൾ ഹാർട്ട്. സത്യസന്ധമായും വളരെ ആത്മാർത്ഥമായും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. പക്ഷേ അത് ഒരു 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 സമൂഹത്തിന് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വേട്ടയാടാനുമാണെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായി നിയമപരമായി തന്നെ അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. മാത്യു കുഴൽനാടൻ വസ്തു വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യുന്നു, എന്നാൽ ഇതൊരു രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്നാണ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് പരാതി നൽകിയത് എറണാകുളം CPIM ജില്ലാ സെക്രട്ടറിയാണ് താനും. എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? ക്രിസ്റ്റീന, ഏകദേശം 2 മണിക്കൂറോളമാണ് മാത്യു കുഴൽനാടനെ തൊടുപുഴ DYSP ഓഫീസിൽ മൊഴിയെടുക്കാനായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. പ്രധാനമായും വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. മാത്യു ഈ ചിന്നക്കനാലിലെ ഭൂമിയിൽ സർക്കാർ പുറമ്പോക്ക് കയ്യേറി മതിൽ നിർമ്മിച്ചിട്ടുണ്ട്. 50 സെന്റ് ഭൂമി കയ്യേറിയെന്നാണ് വിജിലൻസ് പറയുന്നത്. ഒപ്പം ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. 1000 ചതുരശ്ര അടി വരുന്ന കെട്ടിടം ആ ഭൂമിയിൽ ഉള്ളത് മറച്ചു വെച്ചു എന്നുള്ളതും വിജിലൻസ് പറയുന്നു. ഒപ്പം ഈ ഭൂമി മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. അതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരം തനിക്കില്ലായിരുന്നു എന്ന് മാത്യു പറയുന്നു. ഒപ്പം ഈ ആധാരത്തിൽ രജിസ്ട്രേഷൻ സമയത്ത് 1.95 കോടിയാണ് കാണിച്ചിരുന്നത്. എന്നാൽ മാത്യുവിന്റെ സത്യവാങ്മൂലത്തിൽ ഈ ഭൂമിയുടെ വില 3 കോടിയായി കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാത്യുവിനെ ഇന്ന് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്. കൃത്യമായ മറുപടി താൻ എല്ലാ വിഷയത്തിലും നൽകിയെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്യു മറുപടി പറഞ്ഞത്, ഒരു തരത്തിലുള്ള അളക്കൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിട്ടില്ല. തന്റെ അടുത്ത സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. അതുകൊണ്ട് ഒരു അളക്കൽ നടന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഭൂമി ഈ തന്റെ ഭൂമിയോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസിന് അംഗീകാരം അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടം, ഇവിടെ 3 കെട്ടിടങ്ങളിൽ ഒന്ന് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ്. പക്ഷേ ആ കെട്ടിടം ഈ രജിസ്ട്രേഷൻ സമയത്ത് കാണിച്ചില്ല എന്ന് വിജിലൻസ് പറയുന്നു. അതിന് മാത്യു നൽകിയ മറുപടി, അതൊരു പഴയ കെട്ടിടമാണ്, അതിന് ഏതെങ്കിലും തരത്തിൽ കാണിക്കണം ഒരു സാഹചര്യമുണ്ട് എന്ന് അന്ന് നിയമോപദേശം ലഭിച്ചില്ലായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കാണിക്കാതിരുന്നത് എന്ന് മാത്യു വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ പോക്കുവരവ് അല്ലെങ്കിൽ മിച്ചഭൂമി കേസിലാണ് അകപ്പെട്ട ഭൂമിയാണോ എന്ന് അറിയില്ലായിരുന്നു എന്ന് മാത്യുവിനോട് ചോദിച്ചു. കാരണം മാത്യു ഈ ഇടുക്കിയിലെ എല്ലാം ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം കോടതിയിൽ ഉൾപ്പെടെ ഇടപെടുന്ന ഒരാളാണ്. അയാൾക്ക് ഇത്തരത്തിലൊരു ഭൂമി പ്രശ്നത്തിൽ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് അവബോധമില്ലായിരുന്നു എന്ന് വിജിലൻസ് ചോദിച്ചപ്പോൾ മാത്യു വ്യക്തമാക്കിയത്, ഈ ഭൂമി പോക്കുവരവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കരമടച്ച റെസീറ്റ് ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ കേസിൽ കിടക്കുന്ന ഒരു ഭൂമിയാണെങ്കിൽ എങ്ങനെയാണ് കരമടച്ച റെസീറ്റോ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യാൻ സാധിക്കുക എന്നൊരു മറു ചോദ്യമാണ് മാത്യു മുന്നോട്ട് വെച്ചത്. വിജിലൻസിന്റെ കണ്ടെത്തലുകൾക്ക് കൃത്യമായ മറുപടി താൻ നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും തന്റെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസിനെ ഉപയോഗിക്കാൻ സർക്കാരും CPIM ശ്രമിച്ചാൽ അതിനെ താൻ രാഷ്ട്രീയമായി നിയമപരമായി നേരിടും എന്ന് മാത്യു പറയുന്നുണ്ട്. ഒപ്പം മാത്യുവിന്റെ കോതമംഗലത്തെ വീട്, ഈ വിജിലൻസിന്റെ അന്വേഷണ വകുപ്പിന്റെ ഭാഗമായി കോതമംഗലത്തെ വീട്ടിൽ ചില കയ്യേറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അളന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും മാത്യു വ്യക്തമാക്കുന്നു. ഈ കേസിൽ ഇനി തുടരന്വേഷണം നടക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട റിസോർട്ട് വിവാദത്തിൽ കേസ് എടുക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ക്രിസ്റ്റീന, ശരി. വിജിലൻസ് കണ്ടെത്തലുകളുണ്ട്. മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്നും.